സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റിലേക്ക് ഇന്ന് എത്താൻ പോകുന്നതും അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും ഇദ്ദേഹം സുപരിചിതനാണ്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ സുജിത് ഭക്തൻ. സുജിത് ഭക്തൻ ഇദ്ദേഹമാണ് ആ ട്രാവൽ ബ്ലോഗർ. എവിടെയാ സ്ഥലം? പത്തനംതിട്ടയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. ഈ യാത്രകളൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്? ഇത് യൂട്യൂബിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ തോന്നിയ ഇത് എങ്ങനെയാണ്? കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ ബ്ലോഗിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ. ആനവണ്ടിയിലാണ് തുടങ്ങിയത്. ആനവണ്ടി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ട്രാവൽ വ്ളോഗിങ് തുടങ്ങിയത്. യാത്രകൾ ധാരാളം ചെയ്യുമായിരുന്നു. ഒരു പാഷനായിരുന്നു ട്രാവലിംഗ്. അപ്പോൾ ആ ഒരു പാഷനെ എങ്ങനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്ന് അങ്ങനെയാണ് വ്ളോഗിങ് ഐഡിയാസ് കിട്ടിയിട്ട് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ പേരിൽ മലയാളത്തിലുള്ള ട്രാവൽ വീഡിയോസ് ചെയ്യുന്നു. ട്രാവൽ വ്ളോഗുകളാണ് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ മേക്കപ്പും ടച്ചപ്പും കാര്യങ്ങളും ലൈറ്റും ഒന്നും വേണ്ട. നമുക്ക് എല്ലാം ഇതിനകത്താണ്. എപ്പോഴും ക്യാമറ കയ്യിലുണ്ടാവും. അതെ, ക്യാമറ കയ്യിലുണ്ടാവും. ട്രാവലിംഗ് പാഷൻ ആയതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ആദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വല്ല പണിക്കും പോയിക്കോട്ടെ എന്നൊക്കെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഇത് തന്നെയാണ് പണി ചേട്ടാ എന്ന് അങ്ങോട്ട് പറയാനുള്ളൊരു തൻ്റെ ഇടം ആയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പൊ റീസെന്റ് ആണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ വൈഫും കൂടെ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യാൻ പാഷൻ ഉള്ള ഒരാളെ നോക്കി കല്യാണം കഴിച്ചാണോ? അങ്ങനെയല്ല. പെണ്ണാണാൻ പോയപ്പോൾ ആദ്യം ചോദിച്ചത് ഇതാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുമോ എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത്. സുരേട്ടനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോളൂ. ജീവിതത്തിൽ നടത്തിയ യാത്രയിൽ മറക്കാനാകാത്ത അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. രസകരമല്ല, ഞാൻ ഞെട്ടിയ ഒരു സംഭവം പറയാം. അതായത് ഉഗാണ്ടയിൽ ഒരു ഷോയ്ക്ക് വേണ്ടി പോയി. ഉഗാണ്ട ഞാനും പിന്നെ ഒരു ഗായികയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഫാമിലി ആയിട്ടാണ്. ഞാൻ, വൈഫ്, മകൻ എല്ലാവരും കൂടെ പോയി. രാത്രി ഒരു ഹോട്ടലിലാണ് താമസം. അവിടെ കാടിന് അകത്തുള്ളൊരു സ്ഥലമാണ്. ഒരു നല്ല പോഷ് ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ട്രാവലും കഴിഞ്ഞിട്ട് നേരെ ഞാനും വൈഫും മോനുമായിട്ടൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഒതുങ്ങിയ സ്ഥലത്തായിട്ട് അവിടുത്തെ ട്രഡീഷണൽ ഡാൻസ്, അത് വേറെ ആർക്കോ വേണ്ടിയിട്ട് ഒരു 2-3 പേര്, ഒരു കറമ്പുണ്ട്, പിന്നെ ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ, മറ്റേ ഇലയൊക്കെ വെച്ച് കെട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ മാറ്റിട്ട് അതാരോ ആണ് കേട്ടോ, ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ചറപറ ഫോട്ടോ എടുക്കുന്നത്. നീ അങ്ങോട്ട് മാറിക്കോ, ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാനും മോനും കൂടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനും മോനും കൂടെ നേരെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനും ഇങ്ങനെ കളിച്ചിട്ട് മറ്റേ അവിടെ ഒരു കറമ്പ ഉണ്ടായിരുന്നു. ആളുടെ ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റിയിട്ട് ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത്. ഇത് സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അങ്ങനെ പുള്ളി ഓക്കെ ഇങ്ങനെ മാറി. പിന്നീട് നോക്കിയപ്പോൾ ഞാൻ അതും കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുകയാണ് ആ സ്ഥലത്ത്. വൈഫ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ചേട്ടാ അത് ആരാന്നറിയോ? ഞാൻ പറഞ്ഞു ഇല്ല. ചേട്ടൻ പിടിച്ചു മാറ്റി ആരാന്ന് കണ്ടില്ലേ? ഇല്ല. ബ്രെയിൻ ലാറയാണ് മനുഷ്യ, ബ്രെയിൻ ലാറ. ക്രിക്കറ്റ് ബ്രെയിൻ ലാറ ആയിരുന്നു. ഞാൻ പിടിച്ചു മാറ്റിയിട്ട് അവൻ്റെ വൈഫുമായിട്ട് ഫോട്ടോ എടുത്തു. കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ് എന്ന നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയ സ്നേഹോപഹാരം.